അപ്പോൾ നമുക്കിന്ന് അഡ്മിനിസ്ട്രേഷൻ എന്താണെന്ന് നോക്കാം. സെയിൽസ്ഫോഴ്സിനകത്ത് ഒരുപാട് ജോബ് പ്രൊഫൈൽസ് ഉണ്ട്. നിങ്ങൾ ഇപ്പോൾ സെയിൽസ്ഫോഴ്സിൽ ഏതെങ്കിലും ഒരു ജോബിന് വേണ്ടി അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾ കുറേ പൊസിഷനിലോട്ടായിരിക്കും നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഒന്നെങ്കിൽ നമ്മളൊരു സെയിൽസ്ഫോഴ്സ് അഡ്മിൻ ആയിട്ടായിരിക്കാം, അതല്ലെങ്കിൽ ഒരു ഡെവലപ്പർ ആയിരിക്കാം, ടെസ്റ്റർ ആയിരിക്കാം, അല്ലെങ്കിൽ സെയിൽസ്ഫോഴ്സ് ആർക്കിടെക്റ്റ് ആയിട്ടായിരിക്കാം. അങ്ങനെ പല രീതിയിലുള്ള ജോബ് പ്രൊഫൈലിലേക്കാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അതിൽ സെയിൽസ്ഫോഴ്സ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ജോബ് പ്രൊഫൈലിനെ കുറിച്ചാണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്. നമ്മൾ സെയിൽസ്ഫോഴ്സ് അഡ്മിൻ മാത്രമല്ല, ഡെവലപ്മെൻറ്റും ടെസ്റ്റിങ്ങും എല്ലാം തന്നെ നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. പക്ഷേ ഇതിൻ്റെ എല്ലാം ബേസ് എന്ന് പറയുന്നത് ഈ സെയിൽസ്ഫോഴ്സ് അഡ്മിനിസ്ട്രേഷനാണ്. അതായത് നിങ്ങൾ അഡ്മിനിസ്ട്രേഷൻ മനസ്സിലാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സെയിൽസ്ഫോഴ്സ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മറ്റുള്ളവ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഡെവലപ്മെൻറ്റും ടെസ്റ്റിങ്ങും ഒക്കെ നമുക്ക് ഒരേപോലെ തന്നെ കൊണ്ടുപോകാം. പക്ഷേ അഡ്മിൻ നമുക്ക് ആദ്യം തന്നെ കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരു അഡ്മിൻ എന്താണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആരാണ് അഡ്മിൻ സെയിൽസ്ഫോഴ്സിൻ്റെ? അപ്പോൾ സെയിൽസ്ഫോഴ്സ് അഡ്മിൻ അഥവാ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞാൽ സെയിൽസ്ഫോഴ്സിൻ്റെ ഓവറോൾ പ്രോസസ്സിനെ കൺട്രോൾ ചെയ്യുന്ന ആളാണ്. അതായത് ഒരു സെയിൽസ്ഫോഴ്സ് അഡ്മിനെ സംബന്ധിച്ചിടത്തോളം സെയിൽസ്ഫോഴ്സ് പ്ലാറ്റ്ഫോമിനെ കുറിച്ചൊരു ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്ക് സെയിൽസ്ഫോഴ്സ് അഡ്മിൻ്റെ നോർമൽ ടാസ്ക് എന്തൊക്കെയാണ്, അതായത് ഒരു സെയിൽസ്ഫോഴ്സ് അഡ്മിൻ ഇൻ എ ഡേ എന്തൊക്കെ കാര്യങ്ങളാണ് മാനേജ് ചെയ്യുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് സെയിൽസ്ഫോഴ്സിന് വേണ്ടി ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഒരുപാട് ടാസ്കുകളുണ്ട്. ഇറ്റ് ഇൻക്ലൂഡ്സ് യൂസർ മാനേജ്മെൻറ്റ്, കസ്റ്റമൈസേഷൻ, data management, security and access controls, automation, reporting and analytics, integration, training and support, system maintenance and updates, documentation, performance optimization തുടങ്ങിയ ഒരുപാട് ടാസ്കുകൾ അഡ്മിൻ ഡേ ടു ഡേ ലൈഫിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അഡ്മിൻ എന്ന് പറയുമ്പോൾ ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു ധാരണ ഉണ്ടാകണം. അപ്പോൾ വരും വീഡിയോസിൽ നമുക്ക് അഡ്മിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.